വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്കിനെ കുറിച്ച് കേട്ടോ. എന്തൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, ഒരു 5-10 ടാസ്ക് ഉണ്ട്, അത് കഴിച്ചിട്ട് ഇവിടെ ആളുകൾ വരാകൂ എന്നൊക്കെയുള്ള ഒരു വാർത്ത ഞാൻ കേട്ടു. ശരിക്ക് നമ്മൾ കൊടുത്ത ടാസ്ക് ആണോ അത്? അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? അപ്പോൾ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ CF അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ അത് അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ. അന്വേഷിച്ച് നിങ്ങൾക്ക് അവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന ഫീഡ്ബാക്കുകളൊക്കെ വന്നു തുടങ്ങിയോ? ഇനി അങ്ങനെ ടാസ്ക് പൂർത്തീകരിക്കാത്ത ആൾ ഇവിടെ വരാൻ പാടുണ്ടോ? എന്താണ് ഈ ടാസ്ക്? ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ കേവലം ഒരു ക്യാമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. വരിക പോവുക നമ്മൾ പ്ലാനിലില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാമ്പിൻ്റെ മുമ്പ് തന്നെ ഒരുപാട് നന്മകൾ നടക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞ ഒരു ആത്മീയ യാത്ര, രഹ്ലത്തുൽ ഈമാൻ. നമ്മളിവിടുത്തെ CF ഇവർ നമ്മുടെ ഒരു കുടുംബമായി മാറണം. ഒരു CF ഞാൻ പറഞ്ഞു 106 ആളുണ്ടാകും. അവർ ആത്മീയ ബന്ധമുണ്ടാകാൻ വേണ്ടി ഈ CF ഒന്നിടവിട്ട ദിവസങ്ങൾ ക്ലാസ് നടക്കുന്നു. ആ ക്ലാസ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തും ഓൺലൈനായിട്ട്. ഇനി അതിലെ വിഷയങ്ങൾ വെച്ച് ഇവിടെ നമ്മൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തും. ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ CF നമ്മുടെ സൈറ്റിൽ കയറി അറ്റൻഡൻസ് രേഖപ്പെടുത്തണം. എല്ലാ ദിവസവും കൃത്യമായി നടക്കുന്നത് പ്രത്യേകത. ഞാൻ പറഞ്ഞൊരു 3 മാസക്കാലമായി ഇതിൻ്റെ പിന്നിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അത് കൃത്യമായി പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ തന്നെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഈ ആത്മീയ യാത്രക്ക് പുറമെ മറ്റൊന്നാണ് 5 പാത്സ് എന്നൊരു പേരിൽ 5 ടാസ്കുകൾ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹയറിൻ്റെ 5 വഴികൾ എന്നല്ല. 5 വഴികൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്: 1 കാരുണ്യം, 2 സ്വാന്തനം, 3 വിദ്യാഭ്യാസം, 4 സാമൂഹ്യം, 5 പരിസ്ഥിതി. ഇത് 4 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് വൻ വിജയമാണ്. വൻ വിജയം പറഞ്ഞാൽ നമ്മളിത് കൊട്ടിഘോഷിച്ചിട്ടൊന്നുമില്ല. 1 പ്രഖ്യാപിച്ചത് 3313 കരുണകൾ എന്ന ആശയമാണ്. അതിനോട് ക്യാപ്ഷൻ കൊടുത്തത് 1 ഡെലിഗേറ്റ് 1 കിറ്റ് എന്നുള്ള ആശയം കൊടുത്തത്. ഒരു ഡെലിഗേറ്റ്, ഇവിടെ വരുന്ന ഒരു പ്രതിനിധി, ഏറ്റവും ചുരുങ്ങിയത് ഒരു പാവപ്പെട്ടന് വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. പക്ഷെ കേവലം കൊടുക്കലല്ല നമ്മൾ പറഞ്ഞത്. ആ വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് മര്യാദ പാലിക്കണം, അതൊക്കെ അതിൻ്റെ നമ്മൾ പഠിപ്പിക്കാം. എന്താണ് ഒരു വൃത്തം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ഇത്ര മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, വരച്ചിട്ട് കാര്യമില്ല. അത് കൊടുക്കുമ്പോൾ ഇവിടെ എത്തണം, അത് പൂർത്തിയാകും. ഈ പലപ്പോഴും എന്താ സംഭവിച്ചാൽ വലിയ സമ്പന്നരായ ആളുകൾ അവരുടെ സമ്പത്തിൻ്റെ വലിയ തുക കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയുന്നില്ല ഇത് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് നേരിട്ട് അറിയുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അനുഭവം പറയാം. നമ്മൾ ഓരോ ഫീഡ്ബാക്ക് ദിവസം ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരു നിബന്ധന വെച്ചിരുന്നു: കൊടുക്കുന്ന ഒരാൾ ഫോട്ടോ എടുക്കാൻ പാടില്ല. വാങ്ങുന്ന ഒരാളുടെ ഫോട്ടോ കൊടുക്കുന്ന ഒരാൾ എടുക്കരുത്. കൊടുക്കുന്ന സാധനം ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് എത്ര ഫോട്ടോസാണ് വന്നറിയുമോ? എത്ര വലിയ കിറ്റുകൾ, 10,000 രൂപ വില മതിക്കുന്ന കിറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഏറ്റവും ചെറുത് കൊടുക്കാനാണ്. ചെറുത് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരത് കയറി ചെല്ലണം. കയറുമ്പോൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ എന്താ പാലിക്കണം? ഏറ്റവും മനോഹരം എന്ന് തോന്നുന്ന സംഭവം കൊടുക്കണം. വീട്ടിൽ കയറുമ്പോൾ എന്ത് പാലിക്കണം? വീട് വാതിൽ തുറന്നാൽ പോലും കയറി ചെല്ലാൻ പാടില്ല. ഖുർആൻ്റെ അധ്യാപനം അങ്ങനെയാണ്. വീട്ടിൽ കയറുമ്പോൾ മര്യാദ പാലിക്കാണ്ട് ആ വീട്ടുകാരെ സമ്മതം മേടിക്കണം. അത് ബെല്ലടിക്കുക, അവർ വന്നാൽ ആണുങ്ങളാണെങ്കിൽ കൈപിടിക്കുക, സലാം പറയുക, മുഖത്തോട് മുഖം നോക്കുക, ആ ഒരു സ്നേഹം കൊടുക്കുക, എന്നിട്ട് അവരുടെ സന്തോഷങ്ങളെ പങ്കിടുക, എന്നിട്ട് പറയണം, കൊടുക്കുന്ന ആൾ പറയണം, ഇത് നിങ്ങളുടെ അവകാശമാണ്, എൻ്റെ ഔദാര്യമല്ല. പലപ്പോഴും അങ്ങനെയാണ് ആയിപ്പോകുന്നത്. സമ്പന്നത ഔദാര്യമായിട്ട് തോന്നുന്നു. അങ്ങനെയല്ല, ഇത് അള്ളാഹു അവർക്ക് കൊടുത്തത്. അങ്ങനെ ഖുർആൻ്റെ ആയത്തിൻ്റെ നാം കൊടുത്തതെന്നാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ റബ്ബ് കൊടുക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു. ആ ഒരു ബോധത്തോടുകൂടെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഫീൽ ചെയ്യും. ഇപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ വലിയൊരു സംഭവം ഞാൻ പറയട്ടെ. ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ ആ ഫീഡ്ബാക്കിൽ ഓരോരുത്തരുടെ വോയിസുകൾ, അതിൽ കണ്ണിറഞ്ഞ രംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ സമ്പന്നം പറയാണ്, ഞാൻ പോയി കാശ് കൊടുത്തു, ഞാൻ ഇതുവരെ കൊടുത്തയക്കലായിരുന്നു. നേരിട്ട് കൊടുത്തപ്പോൾ ആ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ പ്രയാസം എനിക്ക് ബോധ്യമായി. ഞാൻ ആ കുടുംബത്തെ എല്ലാ മാസം അവർക്ക് ആവശ്യമായി കിറ്റ് ഞാൻ കൊടുക്കും. ഇതെന്തുകൊണ്ടുണ്ടായി ചോദിച്ചാൽ ഇവർ നേരിട്ട് അങ്ങനെ വന്ന് ഇപ്പം ഇന്നലെ നമ്മളെ ക്യാമ്പിൽപ്പെട്ടൊരു പ്രതിനിധി പറഞ്ഞത്, ഞാനൊരു കുടുംബത്തിന് ഒരു വീട് കൊടുക്കുന്നതാണ്. മാഷാഅല്ലാഹ്. ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് 920 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ളൊരു വീട് ഞങ്ങളിപ്പോൾ ഔട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്. മാഷാഅല്ലാഹ്. ഇങ്ങനെ ഒരുപാട് കാര്യം. ഇത് നമ്മുടെ സമ്മേളനത്തിൻ്റെ ഒരു ഗിഫ്റ്റ്. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ 100 കിറ്റ് കൊടുത്തവരുണ്ട്, 200 കിറ്റ് കൊടുത്തവരുണ്ട്. ഇതൊന്നും നമ്മൾ പത്രത്തിൽ കൊടുത്ത പബ്ലിസിറ്റി എങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, വ്യക്തികളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചില നമ്മൾ പറയുന്നത് മാത്രം. ശരാശരി ഒരാൾ 1 കിറ്റ് കൊടുത്ത് സങ്കല്പിക്കുക. ഞാൻ 10,000 കൊടുത്തിട്ടുണ്ട്, 1,00,000 കൊടുത്തിട്ടുണ്ട്. ശരാശരി 1000 രൂപയുടെ കൊടുക്കാത്തവരുണ്ടാവട്ടെ, ഇല്ലെന്ന് പറയുന്നില്ല, നമുക്ക് എല്ലാവരും നോക്കണില്ല. അപ്പോൾ ശരാശരി 1000 രൂപ വെച്ച് 1 കിറ്റ് ഒരാൾ കൊടുത്ത് സങ്കല്പിച്ചാൽ തന്നെ 3 കോടി രൂപയിലധികം ജീവകാരുണ്യ പ്രവർത്തനം. അങ്ങനെയാണ് ഇവരിവിടെ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആത്മീയ സദസ്സാണ്.
ഇത് കേവലം ഒരു ക്യാമ്പല്ല. രണ്ടാമത്തേത് 33,313 കെയർ എന്നാണ്. അതായത് സ്വാതന്ത്ര്യമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ രോഗികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ഈ പ്രായം ചെന്നവരുടെ ഈ രോഗിയുടെ ഏറ്റവും വലിയ ടെൻഷൻ, ഈ കിടപ്പ് രോഗികളെ ഞാൻ പറഞ്ഞു, സാധാരണ രോഗികളെ, അവർക്കൊന്നും അവരുടെ സങ്കടം പറയാൻ ആളില്ല. ഇപ്പോൾ പ്രായം ഇപ്പോൾ എൻ്റെ വല്യമ്മക്ക് ജീവിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ പോയിരുന്നു. വല്യമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരോട് പഴയ പാട്ടൊക്കെ പാടാൻ പറയും, അല്ലെങ്കിൽ പഴയ കഥയൊക്കെ പറഞ്ഞു. അവർക്ക് അന്ന് ഇരുന്ന് കൊടുത്ത് 10 പറഞ്ഞു. ഇത് നമ്മൾ ഇവരോട് പറഞ്ഞത് 10 മിനിറ്റ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, 10 മിനിറ്റ് ഇരുന്ന് കൊടുക്കുക. അത് അപ്പോൾ പോയി വന്നൊരു പറയാണ്, രോഗികളും പ്രായമുള്ള ആൾക്കാർ വലിയപ്പാരൊക്കെ എന്നെ പൊട്ടിക്കരയാണ്, എന്നെ കേൾക്കാൻ ഒരാളുണ്ടായല്ലോ. അവരാഗ്രഹിക്കുന്ന അത്രേ ഉള്ളൂ, അവർക്കൊന്നും കൊടുക്കണ്ട. നമ്മൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ, പക്ഷെ അപ്പോൾ പോയവരും കൊടുത്തവരുണ്ട്. അവിടെ പോയി അപ്പോൾ അവിടെ നിന്ന് പറയും, രോഗിയാണെങ്കിൽ ആ രോഗിയുടെ അടുക്ക് പോകുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്, ഒരു രോഗിയുടെ അടുക്കിരുന്ന് എന്ത് ചെല്ലണം, അത് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ എന്ത് ചെല്ലണം എന്ന് അവർക്കറിയും, എന്താണ് അവർ പറയേണ്ടത്. അങ്ങനെ 10 മിനിറ്റ്. അതായിരുന്നു 33,000 രണ്ടാമത്തെ ടാസ്ക്. മൂന്നാമത്തത് 33,313 ഇഖ്റ എന്നുള്ളതാണ്. 1 ഡെലിഗേറ്റ് 1 ബുക്ക് എന്നുള്ളതാണ്. ഒരു ഡെലിഗേറ്റ് ഒരു ബുക്ക് കൊടുക്കുക എന്നുള്ള ആശയം പറഞ്ഞു. പക്ഷെ ആ ബുക്കല്ല, അത് വിദ്യാഭ്യാസ സമരത്തെ പ്രോത്സാഹിപ്പിക്കണം ചെയ്തായിരുന്നു. സംസ്ഥാനത്തെ വലിയ നയമാണല്ലോ. സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷം എന്ന് പറയാം. എത്ര എൻ്റെ കയ്യിലുണ്ട് ഫീഡ്ബാക്കുകളുണ്ട്. ഓരോ CF-മാരും ഇട്ടിരുന്നു. നമുക്ക് തെളിവുകളുണ്ട്. CF-മാർ ഇട്ടിരുന്നാണ്. ആ പോയി വന്ന ചില ആളുകൾ ഒരു വീട്ടിൽ കയറി ഒരു ബുക്ക് കൊടുക്കാൻ ചെന്നപ്പോൾ ആ വീട്ടിൽ 2 +2 പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. വല്ലാത്ത പ്രയാസത്തിലാണ് അവർ. ഇത് സമ്പന്നയാൾ മനസ്സിലായി ആ കുട്ടികളെ തുടർ പഠനം എത്ര ലക്ഷങ്ങൾ വന്നാലും ഏറ്റെടുക്കാൻ പോകും. അതാണ് ഇതാണ് ക്യാമ്പ്. ഒരു വീടായി, അല്ലാതെ ഒരു ആൾക്കൂട്ടമല്ല നമ്മൾ ക്യാമ്പോട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ക്യാമ്പ്. ഇപ്പൊ തന്നെ നമുക്കൊരു 3 കോടി രൂപയുടെ ചുരുങ്ങിയത് സങ്കല്പിക്കാൻ പറ്റുന്ന ഒരു വീടായി, വിദ്യാഭ്യാസമായി. അത് ഇങ്ങനെ ഒരു ബുക്ക് മാത്രമല്ല, ഞാൻ ഒരാളെ പറഞ്ഞതാണ്. നാലാമത്തെ നമ്മളെ പ്ലാൻ നമ്മൾ നടപ്പിലാക്കിയത് 33,313 മസ്ലഹ എന്നാണ്. ഒരു സാമൂഹ്യ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ജീവകാരുണ്യം പറഞ്ഞു, സാന്ത്വനം പറഞ്ഞു, വിദ്യാഭ്യാസം പറഞ്ഞു. നാലാമത്തെ മസ്ലഹ, അത് സാമൂഹ്യ വിഷയം. എത്രയോ കുടുംബങ്ങൾ പിണങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പിൽ വരുന്ന ആൾക്കാർ തന്നെ ഒരു 3 ദിവസത്തിലധികം ഒരു മുസ്ലിം പിണങ്ങി നിൽക്കാൻ പാടില്ല, തെറ്റി നിൽക്കാൻ പാടില്ല. അപ്പോൾ ക്യാമ്പിൽ വരുന്ന പ്രതിനിധി അങ്ങനെ ആവരുത്, അവരെല്ലാവരും സ്നേഹം പങ്കിട്ട് വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നിങ്ങളങ്ങനെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മസ്ലഹത്താവുക. നിങ്ങളോട് കയറി ചെല്ലൂ. എന്തിനാ മടിക്കുന്നത്, എന്തിനാ നമ്മൾ അഹങ്കാരികൾ നടക്കേണ്ട ആൾക്കാരല്ലോ. അങ്ങനെ ആരെങ്കിലും തെറ്റി നിൽക്കേണ്ടി അവർ പോയി മസ്ലഹത്താകുക. ഇനി അങ്ങനെ തെറ്റാത്ത ഒരാളാണെങ്കിൽ അവർ തൊട്ടപ്പുറത്ത് വീട്ടിൽ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ പോയി മസ്ലഹത്താക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. 2 ആളുകൾ പിണങ്ങി നിൽക്കുമ്പോൾ അവിടെ പോയിക്കൊണ്ട് സ്നേഹം പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്, ഇതിൻ്റെ വിഷയങ്ങളൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്, മാറ്റർ എഴുതി കൊടുക്കുന്നത്, എല്ലാം ചെയ്യാറുണ്ട്. ഇങ്ങനെ 4 കഴിയും. നമ്മളൊരു ഹജ്ജിനൊക്കെ പോകുന്ന സമയത്ത് എല്ലാം പൂർത്തീകരിച്ച് അതുപോലെ ഇങ്ങോട്ട് വരണം. ഇനിയിപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ നമ്മൾ കൊടുത്തിരുന്നു, വെള്ളിയാഴ്ച നമ്മൾ കൊടുത്തിരുന്നു. എല്ലാവരും ഇന്നലെ ഖബർ സിയാറത്ത് ചെയ്യണം. വാപ്പാരെ മരണപ്പെട്ടു പോയി വാപ്പമാർ, ഉമ്മമാർ, കുടുംബങ്ങൾ അവിടെയൊക്കെ സിയാറത്തിട്ട് വന്നാൽ മതി. കാരണം ഈ സമ്മേളനം കൊണ്ട് അവർക്കൊക്കെ ഗുണം കിട്ടണം. ഞാനത് പറഞ്ഞത് കേവലം ഒരു ആൾക്കൂട്ടമായി മാറാതെ ഇതിലൊരുപാട് ഗുണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 313 CF-മാർ നിശ്ചയിച്ചു. സത്യത്തിൽ ഈ 313 CF-ൻ്റെ കൂട്ടത്തിൽ ക്ലസ്റ്ററിൽ തന്നെ നല്ല പ്രഗത്ഭരായ ആളുകളുണ്ടാകും. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തൊക്കെ സാധാരണക്കാരായ പ്രഭാഷകരായ ആളുകളെ അവർ നമ്മൾ വേറെ ലക്ഷ്യമാണ്. വേറെ ലക്ഷ്യം എന്നാൽ ഇവരൊക്കെ രംഗത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇവർ ദിവസം ക്ലാസ് എടുക്കുന്നു, അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പുതിയ ടീം കയറി വരുന്നു, നല്ല സന്നദ്ധ ടീം കയറി വരുന്നു, പ്രഭാഷകർ കയറി വരുന്നു, ഒരുപാട് ആളുകൾ സമൂഹത്തിലേക്ക് അടുക്കുന്നു, ഒരുപാട് ആളുകൾ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഇറങ്ങുന്നു, ഒരുപാട് ആളുകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇറങ്ങുന്നു, ഒരുപാട് ആളുകൾ സാന്ത്വന മേഖലയിൽ ഇറങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരു ക്യാമ്പ് അല്ല നമ്മുടെ മനസ്സിലുള്ളത്. നമ്മൾ 5ാമത്തെ പറഞ്ഞില്ല, 5ാമത് പറയില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കാൻ സർപ്രൈസ് ആയിട്ട് നിൽക്കും. അവരിങ്ങനെ കാത്തിരിക്കും. ഇതാ പുതിയ വരാൻ പോകുന്നുണ്ട്, പുതിയ ഒരു പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതന്നെ, അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് 5 മേഖല പറഞ്ഞു. ഈ പരിസ്ഥിതിയിൽ എന്താണ് ടാസ്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇൻഷാ അല്ലാ നമുക്ക് അന്ന് അറിയാം. അതും കേട്ടവർ വരുള്ളൂ, അത് കേട്ടേ വരാൻ പറ്റുള്ളൂ. ഏതായാലും നമ്മളിത് കേട്ട് നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുറേ ആളുകൾ വെറുതെ വരുന്നു. ക്യാമ്പ് സാധാരണ ക്യാമ്പുകൾ നടക്കാറുണ്ട്. ഒരാൾ പ്രസംഗിക്കുന്നു, കേൾക്കുന്നു, പോകുന്നു. കുറച്ച് അതിനപ്പുറത്തേക്ക് ഇതൊരു കേരളത്തിലെ ഇതിൻ്റെ അങ്ങനെ ഒരു സവിശേഷത കൂടിയുണ്ടല്ലോ അല്ലേ? കേരളത്തിലെയും നമ്മുടെ പ്രധാനപ്പെട്ട മഹല്ലുകളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അവർക്കൊരു ആ രീതിയിലുള്ള ഒരു അഡ്വൈസ് കിട്ടുമ്പോൾ ആ മഹല്ലിനെ അവർക്ക് മാറ്റാൻ പറ്റും. ഇല്ല, അതൊരു വലിയൊരു ഘടകമായിരിക്കും.